2022 ലോകകപ്പ് എന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോക്കായിരുന്നു. പ്രത്യേകിച്ച് അർജന്റീന ഫാൻസിന്. മെസ്സി ക്യാപ്റ്റനായ ടീം, അൺബീറ്റൻ റൺ, വലിയ എക്സ്പെക്ടേഷൻ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു ഈസി ഗ്രൂപ്പ് ആയിരുന്നു അർജന്റീനയുടേത്. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഒരു ഫോർമൽ ക്വാളിഫിക്കേഷൻ പോലെയാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ സൗദി അറേബ്യ ആ ദിവസം ഫുട്ബോളിന്റെ സ്ക്രിപ്റ്റ് തന്നെ മാറ്റി എഴുതുകയായിരുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന മുന്നിൽ പോയപ്പോൾ മാച്ച് സാധാരണ വഴിക്ക് പോകുമെന്ന് തോന്നിയെങ്കിലും പക്ഷേ രണ്ടാം പകുതിയിൽ സൗദി ടീം തിരിച്ചു വന്നു. 2 ഗോൾസും ഒരു കംബാക്കും 2-1 എന്ന ഷോക്കിംഗ് റിസൾട്ടും ലോകം മുഴുവനും നിശബ്ദമായ നിമിഷം. ആ തോൽവിക്ക് ശേഷം സംഭവിച്ചത് വേറെ ലെവലായിരുന്നു. അർജന്റീനക്കെതിരെ ട്രോളുകളും വിമർശനങ്ങളും, ഇവർ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്താകുമെന്നൊക്കെ അപവാദം വന്നു. ഇത് മെസ്സിയുടെ അവസാന ലോകകപ്പ് ആയിരിക്കും എന്നുവരെ ആളുകൾ പറഞ്ഞു തുടങ്ങി. പക്ഷെ ഫുട്ബോളിൽ ഒരു കാര്യമുണ്ട്, ഒരു ദിവസം നീ താഴെ വീണാൽ അടുത്ത ദിവസം നീ ലോകം ജയിക്കും. അതാണ് അർജന്റീന പിന്നീട് ചെയ്തത്. അവർ പ്രഷറിൽ നിന്ന് ഉയർന്നു വന്നു. ഓരോ മാച്ചും സീരിയസ് ആയി എടുത്തു. ഫ്രാൻസിനെതിരെ നടന്ന ആ ഫൈനൽ, പെനാൽറ്റി ഷൂട്ടൌട്ട്, മെസ്സിയുടെ ഇമോഷണൽ മൊമെന്റ്, ഒടുവിൽ ഫൈനൽ വരെ എത്തി. ഫ്രാൻസിനെതിരെ നടന്ന ആ ഫൈനൽ എല്ലാം കൂടി 2022 ലോകകപ്പ് ഒരു റിഡംപ്ഷൻ സ്റ്റോറിയായി മാറി. പക്ഷേ ഇപ്പോൾ 2026 ലോകകപ്പ് വരുമ്പോൾ വീണ്ടും ഒരു ചോദ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. അർജന്റീനയും സൗദി അറേബ്യയും വീണ്ടും നേരിടുമോ എന്നത്. ഒഫീഷ്യൽ ഗ്രൂപ്പ് ഡ്രോ നോക്കുമ്പോൾ അവർ വ്യത്യസ്ത ഗ്രൂപ്പുകളിലാണ്. അതിനാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ക്ലാഷ് ഇല്ല. പക്ഷേ ലോകകപ്പിന്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് നോക്കൌട്ട് സ്റ്റേജിൽ. റൗണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ. ഇതിൽ ബ്രാക്കറ്റിൽ എങ്ങനെ വരുന്നു എന്നതാണ് എല്ലാവരും തീരുമാനിക്കുന്നത്. അർജന്റീനയുടെ കറന്റ് സ്ട്രെങ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, അവർ വീണ്ടും ഡീപ്പ് റണ്ണ് ചെയ്യാനുള്ള സാധ്യത ശക്തമാണ്. ബിഗ് മാച്ച് എക്സ്പീരിയൻസ്, വിന്നിംഗ് മെന്റാലിറ്റി, സ്കോർ ഡെപ്ത് എല്ലാം അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. പക്ഷേ സൗദി അറേബ്യയുടെ കാര്യത്തിൽ സ്റ്റോറി കൂടുതൽ ടഫാണ്. അവർ ഏഷ്യയിലെ സ്ട്രോങ് ടീം തന്നെയാണ്. പക്ഷെ വേൾഡ് കപ്പ് നോക്കൌട്ട് സ്റ്റേജ് വരെ എത്തുക എന്നത് കൺസിസ്റ്റൻസിയും പ്രഷർ ഹാൻഡ്ലിങ്ങും ആവശ്യപ്പെടുന്ന ഒരു വലിയ ചലഞ്ചാണ്. പക്ഷെ ഈ 2 ടീമുകൾ വീണ്ടും കാണുമോ എന്നത് ഗ്യാരണ്ടി ഇല്ല, പക്ഷെ ഇമ്പോസിബിളുമല്ല. ബ്രാക്കറ്റ് സെയിം സൈഡ് ആണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ അല്ലെങ്കിൽ സെമി ഫൈനലിൽ മത്സരം വരാം. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ ഫൈനൽ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഫുട്ബോൾ സ്ക്രിപ്റ്റ് അവരെ വീണ്ടും കാണിക്കാതെയും പോകാം. അതാണ് ഈ ഗെയിമിന്റെ അൺപ്രഡിക്റ്റബിലിറ്റി. പക്ഷെ ആരാധകർക്കുള്ള യഥാർത്ഥ ഫീലിംഗ് മറ്റൊന്നാണ്. 2022 സംഭവിച്ച ആ ഷോക്ക്, ആ ട്രോളുകൾ, ആ അപ്സെറ്റ് എല്ലാം ഇപ്പോഴും ആരാധകരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും കണ്ടിരുന്നെങ്കിൽ എന്താകും എന്നത് ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴും ലൈവാണ് ആരാധകർക്ക്. അർജന്റീനയ്ക്ക് ഈ മത്സരം വന്നാൽ അതൊരു റിവഞ്ച് പ്രൂഫ് മാച്ച് ആയിരിക്കും. പക്ഷെ സൗദിക്കാണെങ്കിൽ അത് വീണ്ടും ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും. ഒടുവിൽ പറയുമ്പോൾ ഇത് വെറും ഒരു മാച്ച് അല്ല, ഇത് 2022 തുടങ്ങിയും അവസാനിക്കാതെയും നിൽക്കുന്ന ഒരു ഫുട്ബോൾ സ്റ്റോറിയാണ് ഇവരുടേത്. അത് വീണ്ടും എഴുതപ്പെടുമോ ഇല്ലയോ എന്നത് ടൂർണമെന്റ് ഡിസൈഡ് ചെയ്യും. പക്ഷേ ആ മാച്ച് നടക്കുമെങ്കിൽ അതൊരു നോർമൽ ഗെയിം അല്ല, അത് ഇമോഷൻ, പ്രഷർ, ഹിസ്റ്ററി എല്ലാം ചേർന്ന ഒരു ബ്ലോക്ക് ബാസ്റ്റർ ആയിരിക്കും. നിങ്ങൾ ഒരു യഥാർത്ഥ ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ ഈ ഒരു മത്സരം ഒരിക്കൽ കൂടി നടക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ.